ഞങ്ങളിപ്പോൾ പഴനിയിൽ വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസം ഓരോരോ പ്രശ്നം. എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അവിടെ ഉള്ള ആൾക്കാരും കൂടി വിചാരിക്കണം. പക്ഷെ അത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നു എന്താണ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോയിക്കൂടെ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് പറയട്ടെ, ആ തോട്ട് കംപ്ലീറ്റ്ലി മാറ്റിയത് ഇപ്രാവശ്യത്തെ പഴനി വിസിറ്റിലാണ്. അത് ഞാൻ പറഞ്ഞില്ല, 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ പഴനി വന്നത്. വിശാഖം നക്ഷത്രമാണ്. അപ്പോൾ വിശാഖം നക്ഷത്രം ഉള്ള ആൾക്കാർ മുരുകൻ ടെമ്പിൾ വിസിറ്റ് ചെയ്താൽ നല്ലതാണ്. കാരണം മുരുകൻ്റെ നക്ഷത്രം വിശാഖമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ടിപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. ഉറപ്പിട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ ദിവസം നമ്മൾ രാത്രി വന്നു, അതുകൊണ്ട് പറ്റില്ല. അത് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു രാത്രിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു രാത്രിയാണെങ്കിൽ ഒരു ആംബിയൻസ് ഒക്കെ എടുക്കാൻ പറ്റും, കാണാൻ പറ്റുന്നൊക്കെ. നടന്നില്ല. 2ാമത്തെ ദിവസം വണ്ടി പണി മുടക്കി. എനിക്ക് ഓൾറെഡി പ്രശ്നമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ വർക്ക്ഷോപ്പിൽ സ്റ്റക്കായി. എന്നിട്ട് ഓടിപ്പിടിച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 7 o'clock ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം പോവാണ്. എത്തും ദൈവത്തിനെ അറിയുള്ളൂ. 3ാമത്തെ ദിവസം എല്ലാ ദിവസവും ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഈ പഴനിമലയുടെ അടുത്ത് തന്നെയായിട്ട് വേറെ ഒരു മല കൂടിയുണ്ട്. ഇവിടെയാണ് മുരുകനെ പ്രതിഷ്ഠിച്ച ആളുടെ അമ്പലം ഉള്ളത് കേട്ടോ. പിന്നെ മലയിലേക്ക് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ അലൗഡ് അല്ല. അതുകൊണ്ട് ബാക്കി വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പഴനിമല കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വേറെ ഒരു ലുക്കയിൽ ഇറങ്ങി. പക്ഷെ അവിടേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് മേലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട് പുറത്ത് ഇവിടെ കാണുന്നത്. അപ്പം അവിടെ ഒരു 5 rupees കൊടുത്തതിന് നമുക്ക് ഫോൺ കീപ്പ് ചെയ്യാൻ പറ്റും. ആൾക്കാർ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ചിരിക്കുന്നു. എന്തിനങ്ങനെ ചിരിക്കുന്നു? അപ്പം എനിക്ക് ചിരി വരും. അതെൻ്റെ പ്രശ്നം. കാരണം എനിക്ക് ഇത്ര ചെയ്ത് പരിചയമില്ല. അപ്പം 5 രൂപയാണ് അപ്പോൾ ഒരു ഫോൺ കീപ്പ് ചെയ്യണമെങ്കിൽ 5 രൂപയാണ്. അപ്പം നമുക്ക് 2 ഫോൺ കീപ്പ് ചെയ്യാൻ 10 രൂപയായി. പക്ഷെ കള്ളത്തരത്തിൽ ഫോൺ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ കംപ്ലീറ്റ് CCTV ഉണ്ട്. അപ്പം നമ്മൾ അഥവാ എടുത്താൽ പോലും അപ്പം അവർ പൊക്കാൻ ചാൻസ്. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി. അപ്പോൾ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വെറുതെ പിന്നെ പൈസ നമ്മൾ എന്താ പറയുക, റുപ്പീസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഗൂഗിൾ പേയിലൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒന്നിനും പറ്റില്ല. അതായത് വഴിപാട് നടത്താൻ പറ്റില്ല, പഞ്ചാമൃതം മേലൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടാവും. അതെ, പഴനിയിലെ ഐഡലിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് അവിടുത്തെ ആ ഒരു വിഗ്രഹം ചെയ്തെടുത്തിട്ടുള്ളത് 9 വിഷങ്ങൾ വെച്ചിട്ടാണ് അവിടുത്തെ ആ ഒരു വിഗ്രഹം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സ്വർണ്ണത്തേര് അതും എടുത്തു പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് സ്വർണ്ണത്തേര് വന്നിട്ടുള്ളത് പഴനി ടെമ്പിളിലാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ പറ്റിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാർഗെയിൻ സ്കില്ലൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ടലിൻ്റെ കാര്യം പറയാമല്ലോ. നമ്മൾ ആദ്യത്തെ ദിവസം 1500 രൂപ കൊടുത്തു. 2ാമത്തെ ദിവസം വേറൊരു സ്ഥലത്ത് എടുത്തപ്പോൾ അവിടെ 1000 കൊടുത്തുള്ളൂ. 3ാമത്തെ സ്ഥലം പ്രിഫർ ചെയ്തപ്പോഴത്തേക്ക് 600 കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സീസണിൽ നമുക്ക് 400 rupeesന് സ്ഥലം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ടാക്സിയിലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ബാർഗെയിനിങ്ങും ആൾക്കാർ നമ്മളെ പറ്റിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചാമൃതം നമുക്ക് താഴെന്നും കിട്ടും. പക്ഷേ ലഡു നമുക്ക് മേലെന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ.